ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ചോറ് വയ്ക്കാൻ പോവാണ്. ചോറ് അടുപ്പത്ത് വിറക് കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ചു. നമുക്ക് അരി കഴുകിയിടണം. അരി ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടോ, എന്നാൽ അതിൽ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോവുമല്ലോ. അപ്പോൾ ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് അരി ഇടുക. പിന്നെ ഇന്ന് കൂട്ടാന് മുരിങ്ങയുടെ ഇലയാണ്. മുരിങ്ങയില ഞങ്ങൾ മുരിങ്ങയുടെ ഇല എന്നാണ് പറയുക. മുരിങ്ങയിലയാണ്. അത് നല്ലതാണ്. നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇലവർഗ്ഗം കഴിക്കണം എന്നാണല്ലോ പറയുക. അപ്പോൾ നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഇവിടെ ചീര മുരിങ്ങയുടെ ഇലയൊക്കെ വയ്ക്കാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മത്സ്യം മാംസമൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഇവിടുത്തെ അച്ഛനൊന്നും കഴിക്കില്ല. അത് കാരണമാണ്. അപ്പോൾ നമുക്ക് മുരിങ്ങയുടെ ഇല അത് നന്നാക്കിയിട്ട് വയ്ക്കും തലേ ദിവസം. കാരണം അത് രാവിലെ നന്നാക്കാൻ കുറച്ച് പാടാണല്ലോ. തലേ ദിവസം നന്നാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കോവയ്ക്കയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്ക് കോവയ്ക്കയാണ്. നമുക്ക് മുരിങ്ങയുടെ ഇലയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ മുരിങ്ങയുടെ ഇല വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ചേർക്കുകയാണ് ചെയ്യുക. കൂട്ടാൻ വയ്ക്കുക ചെയ്യുക. കുക്കറിൽ വേവുണ്ട്. പരിപ്പ് കോവയ്ക്ക നമുക്ക് കഴുകിയിട്ട് ഉപ്പേരിക്ക് അടുപ്പത്തിടാം. വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് ഇട്ടിട്ടാണ്. പിന്നെ വെളിച്ചെണ്ണ, ഇത് വെന്ത വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അത് അവിടെ നിന്നിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചോറ് അവിടെ നിന്നിട്ട് കത്തുണ്ട്. ചോറ് വേവാറാവണേ ഉള്ളൂ. കുറച്ച് വേവുള്ള അരിയാണ്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള നാളികേരും ജീരകം കൂടി അരയ്ക്കുകയാണ്. അപ്പോൾ മോള് ഇവിടെ ഇരുന്നിട്ട് കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ പുസ്തക പൂജ ആയ കാരണം അവൾക്ക് എഴുത്തിന് ഇരുത്തിയിട്ടില്ല. എന്നാലും ഞാൻ കുളിപ്പിച്ചിട്ടാണ് ആഹാരം കൊടുക്കൽ. മുരിങ്ങയുടെ ഇലയിൽ വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയുടെ ഇല ഇട്ടിട്ടുണ്ട് കൂട്ടാനിലേക്ക്. ഇനി നാളികേരം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് കാണിക്കാമേ. ഉപ്പേരി വെന്തു. പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ചെറിയുള്ളിയാണ് മുരിങ്ങയില കൂട്ടാൻ വറവിടുക. അത് വറവിട്ട ഒരു ടേസ്റ്റാണ്. ചെറിയുള്ളി ഇട്ടാലാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഉപ്പേരി വെച്ച പാത്രത്തിൽ തന്നെ കേട്ടോ വറവിടൽ. രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് എന്താ കറി? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്നിയായിരുന്നു കേട്ടോ. ഇഡ്ഡലി ഒഴിച്ചിട്ടുണ്ട്. ചട്നിക്ക് നാളികേരം ഉള്ളി പച്ചമുളക് കൂടിയിട്ട് ചട്നി അരച്ചു. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വറുത്തിടണം. ചട്നിയിൽ വറുത്തിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നലെ സാമ്പാറും ഉണ്ടായിരുന്നു. സാമ്പാറും ചട്നി ഇഡ്ഡലിയും കഴിച്ചു.